ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നെത്തോലി വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നെത്തോലി കൊണ്ട് ഇത്രയും രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. നെത്തോലി മുളകിട്ടതും നെത്തോലി ഫ്രൈയും ഒരു സ്പെഷ്യൽ ടിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായിട്ടുള്ള കിടിലൻ നെത്തോലി ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നെത്തോലി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുക. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ മസാലയെല്ലാം കൊഴുവയിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ശേഷം ഒരു അരമണിക്കൂറോളം മസാല മീനിലേക്ക് പിടിക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കുക. മീനിൽ മസാല പിടിച്ച് വരുന്ന ഈ ടൈം കൊണ്ട് നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് ആക്കിയെടുക്കണം. കറികൾ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് മസാലകൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തെടുക്കുന്ന ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി അടിച്ചേക്കണേ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഉള്ളി നന്നായിട്ട് വഴന്നു വരുന്ന ടൈമിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. പച്ചമുളകിൻ്റെ പച്ചമണം ഒക്കെ മാറി വരുന്ന സമയത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ചാറ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മസാല മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ പുളിവെള്ളവും ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചാറ് നന്നായിട്ട് തിളച്ച് മറിയുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചട്ടി ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇല്ല എങ്കിൽ കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയും ആവാം. മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. തവി ഇട്ടിട്ട് അധികം ഇളക്കരുത്. തവി ഉപയോഗിച്ചിട്ട് അധികം ഇളക്കി കൊടുക്കുന്ന സമയത്ത് മീൻ പൊട്ടിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ നമ്മുടെ കറി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാറ് കുറുകിയിട്ട് മീൻ നന്നായിട്ട് വെന്ത് മുകളിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ചട്ടി അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം ഉപയോഗിച്ചാൽ മീനിൽ പുളിയും എരിവും ഒക്കെ പിടിച്ചിട്ട് കറിക്ക് കൂടുതൽ രുചി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ നെത്തോലി ഫ്രൈ കൂടി ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ വശവും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഫ്രൈ കൂടിയാണ് ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ മസാല വെച്ചിട്ട് നെത്തോലി ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.